بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ജാമിഅ സഅദിയയുടെ സമ്മേളനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും ഇതിന് നൽകപ്പെട്ട സഹായങ്ങളും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരു ചെറിയൊരു അറിയിപ്പ്. തളിപ്പറമ്പ് ഭാഗത്ത് പോകുന്ന ആളുകൾ അല്പം ശ്രദ്ധിക്കണം. ആ ഭാഗത്ത് എവിടെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ സമ്മേളനം കഴിഞ്ഞ് ഒന്നിച്ചു പോവുകയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യമായിരിക്കും എന്ന് സംഘാടകർ അറിയിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയ, ഏറ്റവും ആദരിച്ച, ഏറ്റവും ബഹുമാനിച്ച, എല്ലാ നന്മയുടെയും നിമിത്തമായി അല്ലാഹു സൃഷ്ടിച്ച റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ പറഞ്ഞ വാചകമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നിമിത്തമായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി മനുഷ്യരാണ്.
നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവിന്റെ മലക്കുകൾ ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി യാതൊന്നും മലക്കുകൾ സംഭവിക്കുകയില്ല. ആ നിലക്ക് പാപർ സുരക്ഷിതരായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, മറ്റ് അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, സാലിഹീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന എത്രയോ മലക്കുകൾ ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള അമ്പിയാക്കളുടെ സ്ഥാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അമ്പിയായിന്റെ സ്ഥാനം മലക്കുകളെക്കാൾ വലിയ സ്ഥാനമാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. സർവ്വ അമ്പിയാക്കളും മനുഷ്യരാണ്. ഈ മനുഷ്യൻ നമുക്കറിയാം, മനുഷ്യ ജീവിക്ക് തന്നെ വലിയ അനുഗ്രഹമാണ്. വിശേഷബുദ്ധിയും ചിന്താശക്തിയും പുരോഗതിയും അങ്ങനെ നൽകപ്പെട്ട മനുഷ്യൻ. നിങ്ങൾ നോക്കൂ, ഒരു മൃഗം, ആ മൃഗം ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ കൈ കഴുകുന്നില്ല, തൊള്ള കഴുകുന്നില്ല, ബ്രഷ് ചെയ്യുന്നില്ല. കഴിക്കുന്ന ഭക്ഷണം അതും കഴുകുന്നില്ല. നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴുകാതെ കഴിക്കാറുണ്ട്, പക്ഷേ അത് പാക്കറ്റ് ചെയ്തു വന്നതാണ്. ഉദാഹരണത്തിന് നേന്ത്രപ്പഴം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാക്കറ്റിലാക്കിയിട്ടാണ് നമുക്ക് വിതരണം ചെയ്തത് തന്നെ. അതുകൊണ്ട് ആ പാക്കറ്റ് അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അത് കഴുകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റു ഭക്ഷണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ നാം കഴുകിയിട്ട് കഴിക്കുന്നു. അതുപോലെ പാകം ചെയ്ത് കഴിക്കുന്നു. നാം കഴിക്കുന്ന കൈ നാം കഴുകുന്നു, തൊള്ള കഴുകുന്നു, പ്ലേറ്റ് കഴുകുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ വൃത്തിയാക്കി നാം ഭക്ഷണം കഴിക്കും. അതേസമയത്ത് മൃഗങ്ങൾ, അവകൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല, അവകൾക്ക് വേണ്ടി പാകം ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ മുഖം നിലത്തിട്ട് ഉരച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണം കഴിക്കുന്നു. ഹലാല് എന്നോ ഹറാമ് എന്നോ നജസ് എന്നോ അല്ലാത്തതെന്നോ വ്യത്യാസം ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, അതേ ജീവികൾ തന്നെ അവകൾ വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. പക്ഷേ വിശ്രമിക്കുന്ന സമയത്ത് നേരത്തെ കഴിച്ച ഭക്ഷണം തൊള്ളയിലേക്ക് വീണ്ടും വയറ്റിൽ നിന്ന് വന്ന് ആ മാലിന്യം ആയിത്തീർന്ന ഭക്ഷണം തൊള്ളയിലിട്ട് കുറേ സമയം ചവക്കേണ്ടി വരും. അതേ മൃഗം കിടക്കുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നു. മലമൂത്ര വിസർജനം നടത്തിയ സ്ഥലത്ത് തന്നെ അവകൾ കിടക്കുന്നു. യാതൊരു വിവേചനവും ഇല്ല, വിശേഷബുദ്ധിയില്ല. ഇങ്ങനെ ഏത് ജീവികളെ എടുത്തു നോക്കിയാലും നമുക്കതിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ നിസ്സാരത, അതിന്റെ ജീവിതം മുഴുക്കി സാംസ്കാരിക ശൂന്യത കാണാൻ സാധിക്കും. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ അല്ലാഹു തആല ബഹുമാനിച്ചു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇതുകൊണ്ടാണ് ഫത്ഹുൽ മഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബ് വിവരിക്കുമ്പോൾ മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല എന്ന് പറഞ്ഞു. അവിടെ ഇസ്ലാമിക നിയമത്തിൽ വർഗീയതയൊന്നും ഇല്ല. മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും ഒന്നും മാലിന്യത്തിന്റെ കൂട്ടത്തിൽ, നജസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയാണ് ഫത്ഹുൽ മഈൻ പഠിപ്പിച്ചത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന ആയത്ത് കാണാതെ പെട്ടുപോയതല്ല.
ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ആ ആയത്ത് നന്നായി അറിയാം. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന ആയത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിഘണ്ടു വെച്ച് ഭാഷാ വിവരം വെച്ച് അർത്ഥം വെച്ച് എത്രയോ ജനങ്ങൾ പിഴച്ചു പോകുന്നുണ്ട്. അവരുടെ വാക്കുകളും ക്ലാസുകളും കേട്ട് എത്രയോ ജനങ്ങൾ പിഴവിലേക്ക് നീങ്ങിപ്പോകുന്നുണ്ട്. അല്ലാഹു കാക്കട്ടെ. വിവരമുള്ളവരിൽ നിന്ന് വേണം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ. വിവരമുള്ളവരിൽ നിന്ന് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. വിവരമുള്ളവർക്ക് മാത്രമേ വിഷയങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ജാമിയ സഅദിയിലും മർകസു സഖാഫത്തി സുന്നിയിലും സിറാജുൽ ഹുദയിലുമൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളുണ്ട്. അവർ മനഃപ്പാഠമാക്കുന്നത് പോലെയുള്ള ഒരു മനഃപ്പാഠമല്ല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മനഃപ്പാഠം. മറിച്ച് ഏത് ആയത്തുകളും ഏത് സൂറത്തിൽ നിന്നും എവിടെയും എപ്പോഴും ഓർമ്മിക്കാനും ഓതാനും കഴിയുന്ന വിധത്തിലുള്ള മനഃപ്പാഠമാണ്. നമ്മളെ സദസ്സിൽ യാസീൻ മനഃപ്പാഠമാക്കിയ പലരും ഉണ്ട്. പക്ഷേ യാസീനിലെ ഒരു ആയത്തെടുത്തിട്ട് അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓതണമെങ്കിൽ ആദ്യം മുതലേ സ്റ്റാർട്ടാക്കി നോക്കണം, എന്നിട്ട് അവിടെ എത്തണം. അതേ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഏത് ആയത്ത് ചോദിച്ചാലും അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ചോദിച്ചാൽ ഞാൻ ഓതിത്തരും. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ചോദിക്കണം. ഫാത്തിഹ സൂറത്തിൽ നിന്ന് ഏതായത്ത് ചോദിച്ചാലും അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ഞാൻ ഓതിത്തരും. കാരണം എനിക്ക് സൂറത്തുൽ ഫാത്തിഹ മനഃപ്പാഠമുണ്ട്, സൂറത്ത് യാസീൻ മനഃപ്പാഠം ഇല്ല. സൂറത്ത് യാസീൻ സ്റ്റാർട്ടാക്കിയാൽ നിങ്ങൾ ഓതിപ്പോകും എന്നല്ലാതെ ശരിയായ മനഃപ്പാഠം ഇല്ല. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയല്ല, അത് ശരിയായ മനഃപ്പാഠമാണ്. അതുകൊണ്ട് അത് ഏത് ആയത്ത് ചോദിച്ചാലും ഓതാൻ കഴിയും, നിങ്ങൾക്കും ഓതാൻ സാധിക്കും. അത് ശരിക്കും മനഃപ്പാഠമായതുകൊണ്ടാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മനഃപ്പാഠമാക്കി എന്ന് പറഞ്ഞാൽ അത് ശരിയായ മനഃപ്പാഠമാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന ആയത്ത് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ അത് അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് മാലിന്യമെന്ന് പരിചയപ്പെടുത്തിയത്, ഡെഡ് ബോഡിയെ സംബന്ധിച്ചല്ല. ഡെഡ് ബോഡി മുസ്ലിമിന്റേതാണെങ്കിലും അമുസ്ലിമിന്റേതാണെങ്കിലും നജസല്ല, മാലിന്യമല്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട്? വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിന് തന്നെ വലിയ ബഹുമാനമാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മത്സ്യവും ജറാദും ചത്തുപോയാൽ ഭക്ഷണമാണ്. അതേസമയത്ത് പശുവും ആടും ഒട്ടകവും ചത്താൽ നജസാണ്, അറുത്താൽ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഉമ്മാമ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രഗൽഭരായ ഉപ്പാപ്പമാരുടെയും ഉമ്മാമയുടെയും അനുസ്മരണം നടക്കുന്ന ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ ആണ്ടനുസ്മരണം നടക്കുമ്പോൾ, ആണ്ടിലൊരിക്കൽ അനുസ്മരണം നടക്കുമ്പോൾ അവരുടെ അനുസ്മരണമായി ഭക്ഷണം ദാനം ചെയ്യണം എന്ന് പഠിപ്പിച്ചതിനാൽ ഉദ്ഹിയ്യത്ത് അറുത്തിട്ട് കൊടുത്താലേ ഉദ്ഹിയ്യത്താകുള്ളൂ, ജീവനോടെ കൊടുത്താൽ ഉദ്ഹിയ്യത്താകുന്നില്ല. കാരണം അറുത്താൽ അത് ഭക്ഷണമാണ്, അറുക്കുന്നത് വരെ ജീവിയാണ്. ഭക്ഷണം കൊടുക്കുക എന്നതിന് പ്രത്യേകം ബഹുമാനമാണ്. ഇരിക്കട്ടെ, ആ ഭക്ഷ്യവസ്തുവാകുന്നത് ഇത്തരം മൃഗങ്ങൾ അറുക്കുമ്പോഴാണ്, ചത്തുപോയാൽ നജസാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനായി കാണുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനെ അറുക്കാൻ പാടില്ല, വധിക്കാൻ പാടില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു നിരപരാധിയായ മനുഷ്യനെ ഒരാൾ വധിച്ചതായി കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, സാക്ഷി മുഖേന ബോധ്യപ്പെട്ടാൽ, കോടതിക്ക് ആ മനുഷ്യനെ, വധിച്ച മനുഷ്യനെ
വിധിയിലൂടെ വധിക്കാൻ വേണ്ടി വിധിച്ചുകൊണ്ട് കൊല്ലാൻ പറ്റും. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം ബാപ്പയെ കൊല്ലുന്നത് നേരിൽ മക്കൾ കണ്ടതാണെങ്കിൽ പോലും കാണുന്ന സമയത്ത് അവർക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. ബാപ്പയെ കൊല്ലപ്പെട്ടുപോയി, അല്ലെങ്കിൽ അച്ഛനെ കൊല്ലപ്പെട്ടുപോയി. എന്നാൽ അതിന്റെ പേരിൽ കൊന്ന മനുഷ്യനെ ഡയറക്റ്റ് പോയി കൊല്ലാൻ മക്കൾക്ക് ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. ഭീകരവാദത്തിനോ നിയമം കയ്യിലെടുക്കുന്നതിനോ പരിശുദ്ധ ഇസ്ലാമിൽ അനുമതിയില്ല. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, വലാ യസ്തൗഫിൽ മുസ്തഹിഖുൽ ഖവദ ഫീ നഫ്സിൻ ഔ ഗൈരിഹാ ഇല്ലാ ബിഇദ്നിൽ ഇമാമി ഔ നാഇബിഹി ഫൈൻ ഇസ്തഖല്ല ബിഹി ഉസ്റ. ഒരു മനുഷ്യൻ കൊല നടത്തിയവനാണെങ്കിൽ തന്നെ അവനെ പകരം കൊല്ലുകയെന്നത് ഭരണാധികാരിയുടെ അനുമതിയില്ലാതെ, ഭരണാധികാരി വിധിക്കാതെ ഒരു വ്യക്തിക്കും ഒരു കമ്മിറ്റിക്കും ഇവിടെ നിയമം കയ്യിലെടുത്ത് പകരം കൊല്ലാൻ പാടില്ല. സ്വന്തം മക്കൾക്ക് പോലും പാടില്ല. ഇല്ലാ ബിഇദ്നിൽ ഇമാമി, ഭരണാധികാരിയുടെ അനുമതിയില്ലാതെ പാടില്ല. കാരണം ഒരു ഭരണവ്യവസ്ഥിതി ഇല്ലാതെ ഒരു രാഷ്ട്രത്തിലും ഒരു രാജ്യത്തും സമാധാനം നിലനിർത്താൻ കഴിയില്ല. സമാധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഭരണവ്യവസ്ഥിതികളെ അംഗീകരിക്കണം. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയവാദത്തിനും പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കതറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യനെയും അറുക്കാനും കൊല്ലാനും അനുവദിച്ചിട്ടില്ല. എന്നാൽ ഒരു മനുഷ്യൻ ജീവൻ പോയാൽ അവൻ നജസല്ല, അറുത്താല് ഭക്ഷണവുമല്ല. അപ്പൊ മത്സ്യത്തിന്റെ കൂട്ടത്തിലും പെട്ടിട്ടില്ല, മൃഗങ്ങളെ കൂട്ടത്തിലും പെട്ടിട്ടില്ല. പ്രത്യേകം ആദരവ് നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നതിന് ലോകത്തിന്റെ സത്താവായ അല്ലാഹു ജല്ല ജലാലുഹു നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വ്യവസ്ഥകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവനെന്ത് വിശ്വസിക്കണം എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത് പ്രവർത്തിക്കണം എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് സ്വഭാവം സ്വീകരിക്കണം എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് നയം സ്വീകരിക്കണം എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഈ നൽകപ്പെട്ട വ്യവസ്ഥിതി അതാണ് വാസ്തവത്തിൽ മാനവികത. അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി കൊടുത്ത വ്യവസ്ഥിതി എന്താണോ അതാണ് യഥാർത്ഥ മാനവികത. മനുഷ്യന് അനുയോജ്യമായ ജീവിത ശൈലി. മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം ഇസ്ലാമിൽ നിയമമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പൂച്ച, ആ പൂച്ചയെ അത് ആക്രമിക്കാൻ വന്നാൽ തന്നെ തടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരൊറ്റ അടിച്ചു കൊല്ലാൻ പാടില്ല. മറിച്ച് ആദ്യം ഷൂ എന്ന് പറഞ്ഞൊന്ന് തെളിച്ചു നോക്കണം. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ മെല്ലെ കൈകൊണ്ട് പിടിച്ച് മാറ്റണം. എന്റെ പോകുന്നില്ലെങ്കിൽ കുന്നിക്കൊരു ചൊട്ട് കൊടുക്കണം. എന്നിട്ട് പോകുന്നില്ല പിന്നെ പിടിച്ചു മെല്ലെ അങ്ങോട്ട് എറിയണം. എങ്ങനെയാണ് ദഫ്ഉ സാഇലി എന്ന് മസ്അലകൾ ഓതിപ്പടിച്ചവരാണ് മുതഅല്ലിമീങ്ങൾ. എവിടെയും ക്രമീകരണം, എല്ലാ വിഷയത്തിലും ക്രമീകരണം. ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതിന്റെ പേരിൽ ദഖലത് ഇംറഅത്തുൻ ഫിന്നാരിഹി ഫീ ഹിർറത്തിൻ, ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പൂച്ചയോട് പെരുമാറുന്നതിന് മാനവികതയുണ്ട്. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടുപോയി. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, നിങ്ങൾക്കറിയാം, രോഗമുള്ള നായയെ ചൂടുവെള്ളം കൊണ്ട് കഴുകി മരുന്ന് വെച്ചുകൊടുത്തു, നായയോട് കാരുണ്യം കാണിച്ചു. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതിന്റെ എല്ലാം അപ്പുറം നടന്ന ആരിഫീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ, കയറി വന്നു നോക്കുമ്പോൾ കുപ്പായത്തിന്റെ കൈയിന്റെ മേൽ ഒരു പൂച്ച കയറി കിടന്ന് ഉറങ്ങുന്നു. കുപ്പായം എടുത്ത് പോകണം, പൂച്ചയുടെ ഉറക്ക് തെളിയിക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കി. ആർക്കും ശല്യം ചെയ്യാതിരിക്കുക, അതാണ് മാനവികത. ഒരാൾക്ക് അപ്പൊ ഈ ഉറങ്ങുന്ന പൂച്ചയെ ശല്യം ചെയ്യാതിരിക്കണം. അതിന് ചില മഹാന്മാര് ചെയ്തത് എന്താണ്, അവർ കുപ്പായം എടുത്താ പൂച്ചയുടെ ഉറക്ക് തെളിഞ്ഞു. അതുകൊണ്ട് കുപ്പായത്തിന്റെ കൈ മെല്ലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പൂച്ച അവിടെ മര്യാദയ്ക്ക് ഉറങ്ങട്ടെ, ഇപ്പൊ തൽക്കാലം കയ്യിലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ സ്വഭാവമാണ്.
എല്ലാവർക്കും നന്മ, ആർക്കും ശല്യം ചെയ്യാത്ത ജീവിതം, ആ ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥ മാനവികത. ഈ മാനവികത ഉണർത്തേണ്ടതുണ്ട്. കാരണം ഞാൻ പറയേണ്ടതില്ല, മനുഷ്യൻ മൃഗീയതയിലേക്ക് നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, പശുക്കൾ അത് പ്രസവിച്ച് അതിന്റെ പാല് കുടിച്ചു വളർന്ന പശുക്കുട്ടികൾ സ്വന്തം പശുവിന്റെ പുറത്തു തന്നെ വികാരശമനത്തിന് കയറുന്നത് കാണുന്നു. അതുപോലെ തന്നെ അമ്മയെ കുത്തുന്നത് കാണുന്നു. അച്ഛനെ ബഹുമാനിക്കാതെ നീങ്ങുന്നു. പലപ്പോഴും മക്കളോട് തന്നെ കാരുണ്യം കാണിക്കാതെ അതാ പ്രായമാകുമ്പോൾ, ആരോഗ്യം വരുമ്പോൾ സംഭവിക്കുന്നു. ചിലത് മക്കളെ തന്നെ എടുത്ത് പിടിച്ചു തിന്നുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തുടങ്ങി മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ നാം കാണുന്നു. ഈ മൃഗത്തിന്റെ സ്വഭാവം കടിപിടി കൂടുന്ന സ്വഭാവം, കുരച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അതുപോലെ അതാ കുത്തിക്കടിക്കുന്ന സ്വഭാവം, മാന്തിപ്പറിക്കുന്ന സ്വഭാവം, അങ്ങനെ കൂക്കുവിളിക്കുന്ന സ്വഭാവം, ഈ നിലക്കുള്ള സ്വഭാവങ്ങൾ മൃഗത്തിൽ നിന്ന് മനുഷ്യൻ കടമെടുത്ത് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ യഥാർത്ഥ മാനവികതയിലേക്ക് നയിക്കേണ്ടതുണ്ട്, മാനവികത ഉണർത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 12 മുതൽക്ക് 28 വരെ മാനവികത ഉണർത്താൻ വേണ്ടി കേരള യാത്ര നടക്കുന്നു. 11 മംഗലാപുരത്ത് വലിയ സമ്മേളനം നടക്കുന്നു. അതിന്റെ ശേഷം കേരളമൊട്ടാകെ ഇളക്കിമറിച്ച് മാനവികത ഉണർത്തുന്നു. അതിലൊക്കെ ഭാഗവാക്കാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ് നിങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മനുഷ്യത്വമെന്ന് പറയുന്നത് മരവിച്ചുപോയൊരു കാലഘട്ടമാണിത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പത്രത്തിൽ വായിച്ചു, അച്ഛൻ തൂങ്ങി മരിച്ചിരിക്കുന്നു. അതേ സമയത്ത് ഭാര്യയെയും 2 പെൺകുട്ടികളെയും അദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം ഭാര്യയെ കൊന്നു, 2 മക്കളെ കൊന്നു, 2 പെൺകുട്ടികളെ കൊന്നു. വാസ്തവത്തിൽ ഏതൊരു പെണ്ണും എനിക്കാരിൽ നിന്നെങ്കിലും അക്രമം വരുമ്പോൾ അത് തടുക്കാനും സംരക്ഷിക്കാനും എന്റെ ഭർത്താവുണ്ടാകുമെന്നാണ് കരുതുക. ആ ഭർത്താവാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പെൺകുട്ടികളെ മനസ്സിൽ എന്റെ സംരക്ഷണത്തിന് എന്റെ ബാപ്പയുണ്ടാകും, അച്ഛനുണ്ടാകുമെന്നാണ് ധരിക്കുക. അച്ഛനാണ് 2 പെൺകുട്ടികളെ വെട്ടിക്കൊന്നത്. എന്നിട്ട് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ്. ഇവിടെ മതത്തിന്റെ വ്യത്യാസമില്ല, അതുപോലെ ജാതിയുടെ വ്യത്യാസമില്ല. മാനവികത തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാനവികത ഉണർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് അതിന് പണ്ഡിതന്മാർക്കാണ്. കാരണം പാണ്ഡിത്യമെന്ന് പറയുന്നത് പിണക്കാനുള്ളതല്ല, ഇണക്കാനുള്ളതാണ്, സംസ്കരിക്കാനുള്ളതാണ്. പാണ്ഡിത്യമെന്ന് പറയുന്നത് തെറി പറയാനുള്ളതല്ല, ചീത്ത പറയാനുള്ളതല്ല, ഗീബത്ത് പറയാനുള്ളതല്ല. പാണ്ഡിത്യം ജനങ്ങളെ പിണക്കാനുള്ളതല്ല. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. പാണ്ഡിത്യം പിണക്കാനല്ല, പാണ്ഡിത്യം എന്ന പേരിൽ വിനീതനായ ഞാൻ പ്രസംഗിച്ചൊരു സീഡി തന്നെയുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, മനുഷ്യനെ ഇണങ്ങാനാണ് ശ്രമിക്കേണ്ടത്, ഇണക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ യുവ പണ്ഡിതന്മാരെ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അവർക്കും മുമ്പ് ബിരുദം വാങ്ങിയവർക്കും ഇനി ബിരുദം വാങ്ങുന്നവർക്കും സാധുക്കളായ നമുക്കും അല്ലാഹു നമ്മെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അത് കൃത്യമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച ഒരാശയമുണ്ട്. അതെന്താണ്? എല്ലാ പണ്ഡിതന്റെ സദസ്സിലും നിങ്ങൾ പോയിരിക്കരുത്, എല്ലാ സദസ്സിലും നിങ്ങൾ പങ്കെടുക്കരുത്. ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ പണ്ഡിതന്മാരെ സദസ്സിലും നിങ്ങൾ പോയിരിക്കരുത്. ഇരിക്കണമെങ്കിൽ 4 വിശേഷണങ്ങളുള്ള പണ്ഡിതനായിരിക്കണം. 4 പ്രത്യേകതയുള്ള പണ്ഡിതന്റെ സദസ്സിലല്ലാതെ നിങ്ങൾ ഇരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇല്ല 5, 4 അല്ല 5 പ്രത്യേകതയുള്ള 5 വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന ഇല്ലാ ഇലാ ആലിമിൻ യദഉകും മിൻ 5 ഇലാ 5 കാര്യങ്ങളിൽ നിന്ന്
മറ്റ് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മിനശ്ശക്കി ഇലൽ യഖീൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. സംശയിപ്പിക്കുന്ന പണ്ഡിതനാകരുത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്ക് അതാ നിവാരണം തന്ന് നമുക്ക് ഈമാൻ ഉറപ്പിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണം. അതാണ് മിനശ്ശക്കി ഇലൽ യഖീൻ. നേരത്തെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കുന്നവന്റെ സദസ്സിലല്ല. ഞാൻ ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ഇവിടെ തമിഴ്നാട്ടിലുള്ള ചില പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ പങ്കെടുത്തു. ആ തമിഴ്നാട്ടിൽ എത്രയോ കാലമായി മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ബേലൂരിൽ നിന്ന് ആ ശഅർ മുബാറക്ക് മുക്കിയ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് പലരും ബറക്കത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവിടെ വെച്ച് സൗജന്യമായി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സൗജന്യമായി തന്നെ ഇവിടെ അത് വിതരണം ചെയ്യേണ്ടതുമാണ്. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൽ കുറ്റക്കാരുമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശഅർ മുബാറക്ക് ജനങ്ങളൊക്കെ വിശ്വസിച്ചു വരുമ്പോൾ പുതിയൊരു സംശയം അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുവെങ്കിൽ മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനല്ല. പൂർവകാല പണ്ഡിതന്മാര് മുഖേന ജനങ്ങളെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കുന്ന പണ്ഡിതൻ, അത്തരം പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുത്തുകൂടാ. മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സംശയമുണ്ടാക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഏത് വിഷയത്തിലും സംശയമുണ്ടാക്കാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ വ്യാജ തരീഖത്തുകാരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം എന്താണ്? ആദ്യം തന്നെ ഒരു സാധാരണക്കാരനെ കിട്ടിയാൽ അവർ ചോദിക്കും, അലിഫ് ലാം മീം എന്നതിന്റെ മാന നിങ്ങൾ ഉസ്താദിന് പറയാൻ കഴിയോ? കാഫ് ഹാ യാ ഐൻ സാദ് അതിന്റെ അർത്ഥം പറയാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്, കേൾക്കുന്ന മനുഷ്യൻ ബേജാറാകാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി എന്ന് എഴുതി വെച്ച ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിവരമില്ലാത്ത വ്യക്തിയും ഇത് പറയുന്ന ഈ വ്യാജ തരീഖത്തുകാരൻ വിവരമുള്ളവനുമാണോ? ഇമാം മഹല്ലി വിവരമില്ലാത്ത ആളും ഇത് പറയുന്നവൻ വിവരമുള്ളവനുമാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്നൊരായത്ത് കാണുമ്പോൾ ഇസ്തിവാഅൻ യലീഖു ബിഹി, അല്ലാഹുവിനോട് അനുയോജ്യമായ ഇസ്തിവാ എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അത് പോരാ, അതിനർത്ഥം പറയണമെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി വന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത വിധം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് അവനൊരു വിവരമുള്ളവനായി ചമയുകയാണ്. അതിലൂടെ അല്ലാഹുവിനെ കുറിച്ച് സംശയമുണ്ടാക്കുകയാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഉറപ്പിച്ച് വിശ്വസിച്ച മുഅ്മിനിന്റെ വിശ്വാസത്തിൽ സംശയമുണ്ടാക്കുന്ന കക്ഷി അവൻ എന്ത് പാണ്ഡിത്യം ചമന്നാലും ശരി, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സംശയമുണ്ടാക്കുന്നവന്റെ സദസ്സിൽ പങ്കെടുക്കരുതെന്ന് മാത്രമല്ല, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ പങ്കെടുക്കാൻ പാടുള്ളൂ. മിനശ്ശക്കി ഇലൽ യഖീൻ. അപ്പൊ ഖണ്ഡിതമായി പഠിക്കുകയും ഖണ്ഡിതമായി പറയുകയും ആവശ്യമായ വിവരണങ്ങൾ നൽകുകയും ചെയ്യാൻ യുവപണ്ഡിതന്മാർ ശക്തി പകരുകയും അവർ ശക്തി ആർജിക്കുകയും വേണം. അവരുടെ സദസ്സിലെ അഥവാ സംശയത്തിൽ ഉറപ്പിലേക്ക് കൊണ്ടുപോകുന്നവരുടെ സദസ്സിലെ ഈമാനുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 40 ആടുണ്ടെങ്കിൽ ഒരു ആട്ടിന് സക്കാത്ത് കൊടുക്കണം. 40 ആന ഉണ്ടെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ സംശയായി 40 ആടും 40 ആനയുമായിട്ട് ആരക്കല്ലേ സക്കാത്ത് കൊടുക്കേണ്ട? വലിയ മുതലാളില്ലേ ആള്? പക്ഷേ എന്താണ് സക്കാത്ത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് സംശയം വന്നത്.
ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്ക് സംശയമില്ല. 8 സാധനങ്ങളിൽ 8 വിഭാഗത്തിന് 8 സാധനങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട പ്രത്യേക ധർമ്മമാണ് സക്കാത്ത്. അത് എല്ലാ വസ്തുവിനും സക്കാത്തില്ല. നേരെ മറിച്ച് അതിന് പ്രത്യേകമായ വസ്തുക്കളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 24 മണിക്കൂറിൽ കുറഞ്ഞ സമയമാണ് നിസ്കാരം. എല്ലാ മണിക്കൂറിലും നിസ്കാരം വേണ്ടതില്ല, നിസ്കാരമില്ല. സുബ്ഹിന്റെ ശേഷം ഉദിച്ചു കഴിഞ്ഞാൽ ളുഹർ വരെ നിസ്കാരമില്ല. നല്ല ഉന്മേഷമുള്ള സമയമാണത്. പക്ഷെ ആ സമയത്ത് നിസ്കാരമില്ല. പടച്ചവന്റെ ദീന് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, പടച്ചവൻ കൽപ്പിക്കുന്നതനുസരിച്ച് നീങ്ങുന്നതാണ് ദീന്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനെ ദൈവമാക്കിയാൽ അവൻ മുസ്ലിമല്ല. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്നവനാണ് മുസ്ലിം. അല്ല തന്ന നിയമമാണ് 40 ആടിന് സക്കാത്ത് നൽകണം, 40 ആനക്ക് സക്കാത്തില്ല. 40 ആനയുള്ള മുതലാളി വലിയ സംഖ്യ ധർമ്മം ചെയ്യണം, അത് സക്കാത്തല്ല. സക്കാത്ത് എന്ന നിലക്കല്ല, അദ്ദേഹത്തിന് ഒരുപാട് ധർമ്മം ചെയ്യൽ നിർബന്ധമുണ്ട്, സുന്നത്തുണ്ട്. അതിന്റെ കടപ്പാടനുസരിച്ച് അദ്ദേഹം അത് ചെയ്തോളണം. പക്ഷെ അത് സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. ഓരോന്നിനും ഓരോ നിയമമാണ്. ധർമ്മം ചെയ്യുമ്പോൾ ഏത് അമുസ്ലിം സഹോദരന്മാർക്ക് നമുക്ക് ധാരാളം ധർമ്മം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സക്കാത്ത് അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുത്തുകൂടാ, അത് നിയമമാണ്. സക്കാത്ത് കൊടുത്തുകൂടാ, ധർമ്മം ചെയ്യാം, സക്കാത്ത് കൊടുത്തുകൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ ഒരു പവിത്രത തങ്ങന്മാർക്കും കൊടുത്തുകൂടാ. അപ്പൊ പിന്നെ വർഗീയത ഉണ്ടല്ലാന്ന് ഉറച്ച്. കാരണം വർഗീയത, തങ്ങന്മാരോട് വർഗീയത ഉണ്ടാവില്ലല്ലോ, ബഹുമാനല്ലേ. അവർക്കും കൊടുക്കുന്നില്ലല്ലോ സക്കാത്ത്. അപ്പൊ വർഗീയതയല്ല, അതതിന്റെ നിയമമാണ്. നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും? ഒന്നുകൂടി പറഞ്ഞാൽ ഔസാഫുന്നാസ്, ജനങ്ങളുടെ ചേറാണ് സക്കാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ചേറ് തങ്ങന്മാർക്ക് കൊടുക്കണ്ടാറ്. എന്നാ പിന്നെ അത് അമുസ്ലിം സഹോദരന്മാർക്കും നമ്മളെ ചേറ് കൊടുക്കണ്ട, നമ്മളെ ചേറ് അവർക്കും കൊടുക്കണ്ട. ധർമ്മം കൊടുത്തോളൂ, സക്കാത്ത് കൊടുക്കേണ്ട നിയമമാണ്. പഠിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് എന്ന് മനസ്സിലാവും. മസ്ബൂക്കായ മനുഷ്യനെ തുറന്ന് നിസ്കരിക്കുന്നത് നല്ലതല്ല. മസ്ബൂക്കായ മനുഷ്യൻ, അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റത് ബാക്കി പൂർത്തീകരിക്കുന്ന ആളുണ്ടല്ലോ, അയാളെ തുറന്ന് നിസ്കരിക്കുന്നത് നല്ലതല്ല. അതിനേക്കാളും നല്ല വേറെ ജമാഅത്ത് കൊടുക്കുന്നതാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഏതായിരുന്നാലും ശരി, എന്താ ഇപ്പൊ മസ്ബൂക്കായ മനുഷ്യരെ തുറന്ന് നിസ്കരിച്ചാൽ കുഴപ്പം? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അയാൾക്ക് നമസ്കാരത്തിനും. പക്ഷേ ചെറിയ കുഴപ്പമില്ലേ? ശരിക്കാലോചിച്ച് നോക്കാൻ ചെറിയ കുഴപ്പമുണ്ടല്ലോ. കാരണം അയാൾ എന്താ ചെയ്തത്? അയാൾ ചെയ്തത് അത്തഹിയാത്തിലാണ് തുറന്നതെങ്കിൽ അല്ലാഹു അക്ബർ പറഞ്ഞു പോയ എന്നെ അത്തഹിയാത്തിലേക്കാണ്. അങ്ങനെ എല്ലാവരും നിസ്കരിക്കേണ്ടി. നിസ്കാരത്തിന്റെ ശരിയായ രൂപം അങ്ങനെയല്ലല്ലോ, അത് ഇമാമിന്റെ കൂടെ തുടരാൻ വേണ്ടി പോയതല്ലേ. അപ്പൊ കുറച്ച് കൂടുതലൊക്കെ ചെയ്ത ആളാണ്, ചിലതൊക്കെ കുറഞ്ഞു പോയ ആളാണ്. അങ്ങനത്തെ ആളെക്കാണ് നല്ലത് കൃത്യമായി നടക്കുന്ന ഒരാളെ തുടരുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോന്നും ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും. മുസ്താമലായ വെള്ളം, അത് ഒന്നു കൊടുത്ത വെള്ളം, ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ചുകൂടാ. കാഴ്ചക്കൊരു കുഴപ്പമില്ല, എന്താ കുഴപ്പം? പക്ഷെ ഒന്നുകൂടി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ദോഷം കഴുകിയ വെള്ളമാണ്. ദോഷം കഴുകിയ വെള്ളമാണ്. മുഖത്തുള്ള ദോഷമെല്ലാം ഒന്നു കൊടുക്കുന്ന സമയത്ത് കഴുകിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ദോഷം കഴുകിയ വെള്ളമാണ് മുസ്താമലായ വെള്ളം. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ സംശയത്തിന് മറുപടികൾ ഉണ്ടാകും. പക്ഷേ ചിന്തിക്കാത്തവൻ, വിവരമുള്ളവർക്കല്ലേ ചിന്തിക്കാൻ കഴിയൂ, അവർക്കല്ലേ അത് പറഞ്ഞു തരാൻ കഴിയൂ. അപ്പൊ വിവരമില്ലാത്തവൻ പഴിച്ചു പോകും. അപ്പൊ സംശയിപ്പിക്കുന്ന ആളുകൾ ഏത് വിഷയത്തിലും സംശയമുണ്ടാക്കാൻ കഴിയും. ഒരാളൊരു സംശയം, വ്യഭിചാരിയെ 100 അടിയടിക്കണം. വ്യഭിചാര കുറ്റം അവൻ പരസ്യമായി ജനങ്ങളെ മുന്നിൽ വെച്ച് ചെയ്താൽ, അങ്ങനെ പരസ്യമായി കുറെ ആളുകളെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് ഒരാൾ ബലാത്സംഗം ചെയ്തു. എന്നാലോ 4 ആള് കാണുന്ന നിലക്ക് ചെയ്തു. അതും എങ്ങനെ? സാധാരണ കാഴ്ചയല്ല, കിണറ്റിൽ ബക്കറ്റും കയറി ഇറക്കുന്നത് പോലെ കണ്ടു. 4 ആള്, 4 സത്യസന്ധന്മാരാണ്. അങ്ങനെ കണ്ടിട്ട് അവർ വന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ അവർ എറിഞ്ഞു കൊല്ലണോന്ന് പറഞ്ഞു. അങ്ങനത്തെ അവൻ എറിഞ്ഞു കൊന്നില്ലേ കുഴപ്പം തീരണ്ടാവും, നാട്ടിൽ കുഴപ്പം തന്നെ ആയിരിക്കില്ല. അങ്ങനത്തെ പരസ്യമായിട്ട് വിചരിക്കുന്നവരെ നിലനിർത്താൻ പറ്റും. അപ്പൊ ഇരിക്കട്ടെ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എറിഞ്ഞു കൊല്ലണോന്ന് പറഞ്ഞു. എന്നാ കട്ടവന്റെ കൈമുറിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് സംശയം, കട്ടവന്റെ കൈമുറിക്കുന്ന കണക്കിന് അതേപോലെ തയ്യാറാക്കി നോക്കിയാൽ മറ്റവന്റെ ലൈംഗികാവയവം മുറിക്കല്ലേ വേണ്ട ഒത്തിന്റെ സംശയം. ഇങ്ങനെ സംശയമുണ്ടാക്കാൻ പോയാൽ ഏത് വിഷയത്തിനും സംശയം ഉണ്ടാക്കാൻ കഴിയൂലേ. അതുകൊണ്ടാണ് ഈ മഹാനായ അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞത്, മോനെ
ഇതാ മുശക്കിക്കുല്ല യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. മുൽത്തഫിത്തുല്ല യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നവൻ സുന്നത്ത് ജമാഅത്തിൽ നേരെ പൊയ്ക്കൊള്ളണം. പിന്നെ വേറെ ഏതെങ്കിലും പുതിയ ആശയത്തിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നവൻ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. വമുശക്കിക്കുല്ല യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. വമല്ലം യഅരിഫു النقص من اوقاته كل اوقاته പാർത്തോവർ. ഒരു വർഷത്തോളം ഈ വചനം മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചൊല്ലി നടന്നുവെന്നാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇങ്ങനെ സംശയിപ്പിക്കുന്നവരുടെ സദസ്സിലല്ല പങ്കെടുക്കേണ്ടത്. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിലുള്ള ഇമാമീങ്ങളെക്കുറിച്ച്, നമ്മുടെ പണ്ഡിതന്മാരെക്കുറിച്ച്, ആലിമീങ്ങളെക്കുറിച്ച്, സയ്യിദന്മാരെക്കുറിച്ച്, സാലിഹീങ്ങളെക്കുറിച്ച് സംശയമുണ്ടാക്കുന്നതിന് പകരം ഉറപ്പിലേക്ക്, ഈമാനിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ സദസ്സിലെ പങ്കെടുക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ഞാനത് നീട്ടിപ്പറയുന്നില്ല. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വമിനർ റിയാഇ ഇലൽ ഇഖ്ലാസ്, ലോകമാന്യത്തിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലേ പങ്കെടുക്കാവൂ. സ്ഥാനമാനം ചിന്തിപ്പിക്കുകയോ സ്ഥാനമാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കുകയോ ചെയ്യുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കരുത്. റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്റെ സദസ്സിലേ പങ്കെടുക്കാവൂ. മറ്റൊന്ന് വമിനർ റഗ്ബത്തി ഇല സുഹുദി, അതേ ദുന്യാവിനെ ആഗ്രഹിച്ച്, ദുന്യാവിനെ അങ്ങേയറ്റം അലച്ചവെച്ച്, ഹറാമും ഹലാലുമില്ലാതെ ദുന്യാവ് സമ്പാദിക്കുന്നതിന് പകരം ഭൗതികമായി എത്ര തന്നെ പുരോഗമിക്കുന്നതിനും കുഴപ്പമില്ല. ഭൗതികമായ ലോകത്തോട് താൽപര്യമില്ലാതെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി പോലെ ആരിഫീകൾ അങ്ങനെയാണ് ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയെ സംബന്ധിച്ച് അല്ലാഹു തആല അതെന്താണ് മൂസാ നബിയെ കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോ, ഇതെന്റെ വടിയാണ്. ആ വടി എന്തിനാണ്? അത് എന്റെ വടി അത്തവക്കവു, എനിക്കത് ചാരി നിൽക്കാനാണ്. ആ വടി ഉണ്ടായാൽ എനിക്ക് ഊന്നി നിൽക്കാൻ കഴിയും. അതിന്റെ പുറമേ അതേ എനിക്ക് ആടുകൾക്ക് അതുകൊണ്ട് ഭക്ഷണം നൽകാൻ കഴിയും. ഇതിനാണ് വടി എന്ന് പറഞ്ഞല്ലോ. വേറെയും ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ പണം എന്ന് പറയുന്ന സാധനം അത് കയ്യിലുണ്ടെങ്കിലേ നിലനിൽപ്പുണ്ടാകൂ. പണമുണ്ടെങ്കിലേ ധൈര്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ. പണമുണ്ടെങ്കിലേ അതേ ആശ്രിതർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയൂ. ജാമിഅ സഅദിയിൽ പഠിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ, മർക്കസിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ, സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ പണം പണ്ഡിതന്മാരെ കൈവശത്തിൽ എത്തണം. ഇല്ലാതെ ഈ മുതഅല്ലിമീങ്ങൾക്ക്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക്, അഗതികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പണം ആവശ്യമാണ്. പണം വേണ്ടെന്ന് വെക്കുന്നതിനേക്കാൾ അതേ പണം ഉപയോഗപ്പെടുത്തുന്നതല്ലേ ശരി. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി അത് നിലത്ത് വീണപ്പോൾ, നിലത്തിട്ടപ്പോൾ സഅബാനും മുബീൻ, അത് വലിയ പാമ്പാണ്. ഇതുപോലെ ഈ പണമെന്ന് പറയുന്നത് അത് ശരിയായ നിലക്ക് നിയന്ത്രണമില്ലാതെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അത് ആ പാമ്പിനെ പോലെ വിഷമുള്ള സാധനമാണ്. ആ വിഷമുള്ള സാധനം ഒരുപാട് വിഷങ്ങൾ ഇവിടെ വിതരണം ചെയ്യും. സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് മനുഷ്യനെ കൊണ്ട് ഹറാമ് കാണിക്കുന്നവരില്ലേ, ഹറാമ് കാണിക്കാൻ സംവിധാനം ചെയ്യുന്നവരില്ലേ. അങ്ങനെ പണമെന്ന് പറയുന്ന സാധനം സഅബാനും മുബീൻ, അത് വലിയൊരു പാമ്പിനെ പോലെയാണ്. നിയന്ത്രണ വിധേയമല്ലാതെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതുപോലെ പണമെന്ന് പറയുന്ന സാധനം അതിന്റെ നിയമപ്രകാരമല്ലാതെ അത് കൈകാര്യം ചെയ്താൽ അത് പാമ്പിനെ പോലെ വിഷമുള്ളതാണ്, ആഖിറം നഷ്ടപ്പെടുത്തുന്നതാണ്. പക്ഷേ ആ പണം എനിക്ക് തീരെ വേണ്ടെന്ന് വെച്ച് പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് പോലെ
തീരെ വേണ്ടെന്ന് വെക്കുന്നതിനേക്കാൾ സാമർഥ്യം ആ പാമ്പിനെ വളർത്തിക്കൊണ്ട് പാമ്പിനെ കൊണ്ടുള്ള ഉപയോഗപ്പെടുത്തുന്നതല്ലേ. ഇതുപോലെ പണം കൈവശത്തിലുണ്ടാവുകയും ആ പണം കൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്യുന്ന പള്ളികൾ, റബ്ബിന്റെ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, റബ്ബിന്റെ ഇൽമു പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നടത്തുന്നതാണ് ബുദ്ധിയും സാമർഥ്യവും. ആ സാമർഥ്യത്തോടുകൂടെ അതാ മനുഷ്യൻ പണം കൈകാര്യം ചെയ്യുന്ന സുഹൃത്തിനെതിരല്ല, മനുഷ്യൻ സുഹൃത്തിലേക്ക് റഗ്ബത്തിൽ നിന്ന് സുഹൃത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. അത്തരം പണ്ഡിതന്മാരുടെ സദസ്സിൽ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോടും കംപ്ലൈന്റ് ഇല്ല, ആരോടും പ്രയാസമില്ല. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ വസ്ത്രം ഒരു സ്ഥലത്ത് മാറ്റിവെച്ചു, ഒരു മുസ്ഹഫ് ഉണ്ട് അതുകൊണ്ട് വെച്ചു. രണ്ടും വെച്ച് മൂപ്പരപ്പുറം പോയി ഇറങ്ങി കയറി വരുമ്പോഴേക്ക് ഒരു സ്ത്രീ അതും കട്ടിട്ട് പോയി കളഞ്ഞു. കട്ടുപോകുന്നത് കണ്ടു, പക്ഷേ ആ സ്ത്രീയെ ജനങ്ങൾക്കിടയിലിട്ട് കുറവാക്കണ്ടെന്ന് മനസ്സിലാക്കി. പറയാനും വിളിച്ചു പറയാനും അറിയാത്തതുകൊണ്ടല്ല, അത് വേണ്ടെന്ന് വിചാരിച്ചു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഈ കട്ടുപോകുന്ന കളവ് നടത്തിയ സ്ത്രീയെ കുറവാക്കണ്ടെന്ന് മനസ്സിലാക്കി, ഒന്നും പറഞ്ഞില്ല. ആ സ്ത്രീ പോകുന്ന ബൈക്ക് മൂപ്പരും പോയി. കുറച്ചങ്ങോട്ടെത്തി ആൾക്കാർ പറയുന്നത് കേൾക്കൂല എന്നുള്ള രൂപത്തിൽ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കേൾക്കൂല, പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ള സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, പെണ്ണെ ഭയപ്പെടാ, ഞാൻ മഅറൂഫുൽ ഖർഖിയാണ്, പിന്നെ ഈ സാധനം എടുത്തതിന് ബേജാറൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാം, നിനക്ക് മുസ്ഹഫ് ഓതാൻ നിന്റെ വീട്ടിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖുർആനൊന്നും കുട്ടികളുണ്ടോ? ഇല്ല. ഭർത്താവ് ഖുർആനൊന്നും ഇല്ലാറ്. ആങ്ങളെ പറയാറ് ഖുർആനോതാണ്ട് ഇല്ല. വീട്ടിൽ ആരെങ്കിലും ഖുർആനോതാനുണ്ടോ വെച്ചു. ആരുമില്ല. എന്നാ എന്റെ മുസ്ഹഫിങ് കയറണോന്നായിരുന്നു. വീട്ടിൽ മുസ്ഹഫ് ഖുർആനോതാൻ ആരും ഇല്ലെങ്കിൽ എന്റെ മുസ്ഹഫിങ് തരണോ? തുണി നീ തന്നെ കൊണ്ടുപോയിക്കോ, അത് നീ ഉപയോഗിച്ചോ, ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ തൗബ ചെയ്ത് നന്നായിപ്പോയി. ഓ സഹോദരന്മാരെ, ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ മുതഅല്ലിമായി ഇറങ്ങിയിട്ട് അറിയാമല്ലോ, അതേ കളവ് പറയരുതെന്നുമ്മ ചൊന്നാരെ, കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. അതോടുകൂടെ കള്ളന്മാര് മുഴുവനും നന്നായിപ്പോയി. അതാണ് ശരിയായ ആലിമീങ്ങളുടെ സ്വഭാവം. അവർക്ക് കള്ളന്മാരോടാകട്ടെ, കൊള്ളക്കാരോടാകട്ടെ, അവരെ എതിർത്തവരോടാകട്ടെ, അവരെ ചീത്ത പറഞ്ഞവരോടാകട്ടെ, അവരെ തെറി പറഞ്ഞവരോടാകട്ടെ, അവരെ കൂക്ക് വിളിച്ചവരോടാകട്ടെ, ആരോടും വിദ്വേഷമില്ല. അവരുമൊന്ന് നന്നായി കാണണമെന്ന ആഗ്രഹമാണ്. കാരണം ദുനിയാവിൽ അവർ സ്ഥാനം കൊതിച്ചിട്ടില്ല, അവർക്ക് റഗ്ബത്തില്ല. അവര് സുഹുദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്മാരാണ്. വമിനൽ കിബിരീന തവാദുഇ, അതുപോലെ തന്നെ അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരാകണം. അഹങ്കാരത്തോടെ ജീവിക്കുന്ന പണ്ഡിതനല്ല, അഹങ്കാരത്തിന് പ്രചോദനം നൽകുന്ന പണ്ഡിതനല്ല, താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുപോലെ തന്നെ വമിനൽ അദാവത്തി ഇലൻ നസീഹ, ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. ശത്രുത വളർത്തുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കരുത്. ഇതെന്റെ വകയിലുള്ള വസിയ്യത്തല്ല. ലോകത്ത് മുഴുവനും ഇൽമിന്റെ നൂറ് വിതരണം ചെയ്ത നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂ നുഐം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ ഇൽമുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളിൽ എടുത്തുദ്ധരിച്ചത് കാണാം. പാണ്ഡിത്യം എന്ന് പറയുന്നത് പിണക്കാനുള്ളതല്ല, ശത്രുത വളർത്താനുള്ളതല്ല. ശത്രുത വളർത്തുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കരുത്. വമിനൽ അദാവത്തി ഇലൻ നസീഹ, എല്ലാ ജീവികൾക്കും സർവ മനുഷ്യർക്കും നന്മ ഉപദേശിക്കുന്ന പണ്ഡിതന്റെ, ശത്രുതയിൽ നിന്ന് മാനവികതയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിനെ പങ്കെടുക്കാൻ പാടുള്ളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക്
നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സ് പിരിയുന്നതുവരെ നിങ്ങൾ നിൽക്കണം. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. മേൽപ്പറമ്പിൽ വെച്ച് നമ്മളൊരു വണ്ടി പോകുമ്പോൾ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാഹു തആല പരിക്ക് പറ്റിയവർക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ പലർക്കു വേണ്ടിയും ദുആ ചെയ്യാനുണ്ട്. ഇവിടെ ജാമിഅ സൈദിയക്ക് സ്ഥലം എടുത്തു എന്നറിഞ്ഞപ്പോൾ സംഭാവനകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ സ്വർഗം പ്രതിഫലം നൽകണം റഹ്മാനെ. ഇവിടെ ഇതിന് തുടക്കം കുറിച്ച കലക്ടർ അബ്ദുൽ ഖാദിർ ഹാജി മുതൽ പ്രിയ ഉസ്താദ് മുതൽ ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും എല്ലാം അവരുടെ ഖബറിൽ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ അടുത്ത് വഫാത്തായി പോയ മഞ്ഞനേടി ഉസ്താദിനും അതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നെല്ലിക്കുത്ത് ഉസ്താദ്, അലനെല്ലൂർ ഉസ്താദ്, പുല്ലൂക്കർ ഉസ്താദ്, ഓക്കെ ഉസ്താദ് തുടങ്ങി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങൾക്കും നീ അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ജീവിക്കുന്ന കാലം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും ഓർമ്മിക്കണം. ഏത് വലിയ പണ്ഡിതനും ഏത് സാധാരണക്കാരനും ഏത് പണക്കാരനും ഏത് കക്ഷിയും ഈ ലോകത്ത് നിന്ന് വിട പറയാതിരിക്കുകയില്ല. അതിനു മുമ്പ് പറയുന്ന വാക്കുകൾ അല്ലാഹു പൊരുത്തപ്പെടുന്നതായിരിക്കണം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടുന്നതായിരിക്കണം. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ നാം ഓർമ്മിക്കുകയും അതിന് നന്ദിയുള്ളവരാവുകയും വേണം. പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നേർച്ചകൾ തന്നേൽപ്പിച്ചവരുണ്ട്. വലിയ ഫലം കിട്ടി എന്ന് പറഞ്ഞവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബർക്കത്ത് നൽകട്ടെ. സിറാജുൽ ഹുദയിൽ വരുന്ന 22-ാം തീയതി ദേവാ കോളേജിന്റെ വലിയ കെട്ടിടം ഉദ്ഘാടനവും പരിപാടിയുമുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ മുള്ളാൽ തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും അങ്ങനെ തുടങ്ങിയുള്ള ആലിമീങ്ങളും സാദാത്തുകളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. സിറാജുൽ ഹുദ കാണാൻ വേണ്ടി പലരും ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വരാൻ പറ്റിയൊരു ദിവസം എന്ന് എനിക്ക് പറയാനല്ലാതെ ഒരു വാർഷിക സമ്മേളനമൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് ക്ഷണിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നവർക്ക് വരാൻ നല്ല ദിവസമാണ് 22-ാം തീയതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് 29-ാം തീയതി മംഗലാപുരത്ത് ഒരു കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്ത് നടക്കുന്ന പരിപാടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ 2 മണി കൃത്യം 2 മണിക്ക് ഇൻഷാ അല്ലാഹ് അത് ആരംഭിക്കേണ്ടതുണ്ട്. അതിൽ പങ്കെടുക്കേണ്ടവർക്ക് അവിടെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ സ്ഥാപിക്കുന്ന കോഴിക്കോട് സ്ഥാപിക്കുന്ന വലിയ പള്ളി, അതിന്റെ ശിലാസ്ഥാപനം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വരുന്ന 30-ാം തീയതി നടക്കുന്നു. അവിടെ മദ്ഹുർ റസൂൽ പ്രഭാഷണവും ഉസ്താദുകൾ നടത്തുന്നു. ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം. ഏപ്രിൽ 28-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനം എല്ലാവരും കാസർഗോഡ് ജില്ലയിലുള്ള അതുപോലെ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ പ്രവർത്തകരും തിരുവനന്തപുരത്ത് വരണം. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ്. പലരും തിരുവനന്തപുരം കാണാത്തവരായിരിക്കും. ചില ആവശ്യമുണ്ടെങ്കിലല്ലേ പോവുള്ളൂ, ആവശ്യമില്ലാതെ വെറുതെ പോകില്ലല്ലോ. അപ്പൊ ഈ പോകുന്ന ഒരു ആവശ്യത്തിനാണ്. ആവശ്യത്തിന് പോകുമ്പോൾ കസൂർ ജമ്മുക്കാക്കാൻ പറ്റുന്ന സഫറ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അംഗീകരിച്ച സഫറാണ് എന്നാണ് എന്റെ അർത്ഥം. ഇത് പോകുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് തെളിയിക്കാൻ വേണ്ടി പോകാൻ, അതുപോലെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് പോകാൻ. അപ്പോ തിരുവനന്തപുരത്ത് എല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതുപോലെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരും ഭാഗവാക്കാകണം. നമ്മുടെ ജാമിഅ സഅദിയ അല്ലാഹു തആല എം എ ഉസ്താദ് അവറുകൾക്കും കുമ്പോൾ തങ്ങൾ അവറുകൾക്കും അതുപോലെ ഇതിന്റെ ഖാദിമീങ്ങളായ മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ജാമിഅ സഅദിയക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും അതുപോലെ സഹായിക്കുകയും വേണം. ഇപ്പോൾ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്നാളൊരു ദിവസം തിരൂർ ഭാഗത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെയൊക്കെ പോസ്റ്ററും ബാഫഖി തങ്ങൾ എന്ന് തന്നെ പോസ്റ്റർ ഇറങ്ങി. അപ്പൊ തങ്ങൾ എന്നോട് എന്റെ പേര് ബാഫഖി തങ്ങൾ എന്നാണ് ഇവർ പോസ്റ്റർ കൊടുത്തത്. അവന് ബാഫഖി തങ്ങൾ തന്നെയാണല്ലോ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ കണ്ട ആളുകൾക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടാൽ അത് തന്നെയാണെന്ന് തോന്നും. അപ്പൊ ബാഫഖി തങ്ങൾ തന്നെ ബാഫഖി കുടുംബമാണ്. അതിന്റെ പുറമെ അല്ലാഹു തആല ആ നിലക്കൊരു മുസാബഹത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളവരുടെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. തങ്ങളൊന്ന് ഇവിടെ വന്നിരുന്നിട്ട് സംഭാവന വാങ്ങിയാൽ അൽഹംദുലില്ലാഹ് അത് വലിയ ബർക്കത്താണ്. തങ്ങൾ മലേഷ്യയിൽ എത്രയോ കാലമായി ഞാൻ മലേഷ്യയിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് തങ്ങൾക്ക് വലിയ ബഹുമാനമാണ് ആൾക്കാരുടെ. അവിടെ തന്നെ കൂടാൻ വേണ്ടി അവർ നിർബന്ധിച്ച് പറഞ്ഞിട്ടും പ്രായമൊക്കെ ആയപ്പോ നമ്മള് ദീനീ ഖിദ്മത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് എം എ ഉസ്താദിന്റെ ഒക്കെ കൂടെ
ഖിദ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ വന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഖിദ്മത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവർക്കും നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവരും തങ്ങളുടെ കയ്യിൽ സംഭാവന കൊടുക്കണം. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നിന്റെ ദീനിനെയും ദീനിന്റെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. എല്ലാവരും സംഭാവന കൊടുക്കണം. എല്ലാവരും തങ്ങളുടെ കൈ സംഭാവന കൊടുക്കണം. അതിലെങ്ങനെ അതിലിടയ്ക്ക് നമ്മുടെ മഞ്ഞനാടി ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ പടുത്തി നമ്മളെ വിട്ടുപിരിഞ്ഞ ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സഅദിയക്കുള്ള സംഭാവന തങ്ങളെടുത്താ കൊടുക്കണ്ടേ. എന്റെ അടുത്ത് സിറാജുലേക്കുള്ള നേരത്തെ പൈസ തരണ്ട, ബാക്കിയുള്ള നിങ്ങൾ തരണ്ട, തങ്ങളെടുത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അവസാനം ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരും ആലിമീങ്ങൾക്ക് ദ്വാർക്കും അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ നൽകിയ സദഖകളും നൽകുന്ന സദഖകളും ഈ ജാമിഅ സയ്യിദിക്ക് ഇന്നേവരെ സഹായിച്ച മുഴുവൻ ആളുകളുടെ സഹായങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്, അതിൽ നടുവേദന പറഞ്ഞവരുണ്ട്, അതുപോലെ മക്കളില്ലാത്തവർ വിഷമം പറഞ്ഞവരുണ്ട്, അവരവരുടെ മഈശത്തിനുള്ള വഴികളിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഇതാ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഏത് വിഷയമാണെങ്കിലും കൊടുക്കുന്ന രാജാവ് നീയാണ്. അവരെന്തുദ്ദേശിച്ചോ അവർക്ക് നീ അത് എളുപ്പമാക്കണം റഹ്മാനെ. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളവറുകൾക്കും മഹാനായ എം എ ഉസ്താദിനും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനും അംസ ഉസ്താദിനും ഞങ്ങളെ പ്രായം ചെന്ന മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹുവേ മുഴുവൻ സാദാത്തുക്കൾക്കും നീ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ മഞ്ഞനാടി ഉസ്താദ് അവറുകളുടെയും മറ്റു ഉസ്താദുമാരുടെയും ആലിമീങ്ങളുടെയും അതുപോലെ മുഅ്മിനീങ്ങളുടെയും ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഹദിയയായി എത്തിക്കണം റഹ്മാനെ. അവരുടെ ദറജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾ എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ്. നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞുപോയവരാണ്, വിരോധിച്ചത് പലതും സംഭവിച്ചു പോയവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഇൽമിന്റെയും തഖ്വയുടെയും നൂറുകൊണ്ട് ഞങ്ങളെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ടത് മാത്രം ഞങ്ങളെ നാവുകൊണ്ട് നീ സംസാരിപ്പിക്കണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട സ്ഥലത്തേക്ക് മാത്രം ഞങ്ങൾക്ക് പോകാനും ബന്ധപ്പെടാനും നീ അവസരം തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനേ. വിദേശത്ത് നിന്ന് ജാമിഅ സഅദിയക്ക് അതുപോലെ തന്നെ ഞങ്ങളെ മറ്റ് സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നവരും സഹായം സംഘടിപ്പിക്കുന്നവരും ഈ സമ്മേളനത്തിന് വേണ്ടി അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനേ. അവർക്കോ ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ അത് സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. ഓൺലൈനിലൂടെ ഞങ്ങളെ ഈ പരിപാടി വീക്ഷിക്കുന്നവരും അതവർക്ക് എത്തിച്ചു കൊടുത്തവരുമുണ്ട്, അവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ.
റബ്ബേ ജീവിതകാലം മുഴുക്കെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനേ, ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനേ, അർഹമുർ റഹീമീനായ റബ്ബേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും